നമ്മൾ ജാവ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് മുമ്പ് പഠിച്ചു. ജാവ ഓപ്പറേറ്റേഴ്സിൽ മെയിനായിട്ട് പഠിച്ചത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീടുള്ള ഓപ്പറേറ്റേഴ്സായ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സുമാണ്. അപ്പോൾ ജാവ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ ഡാറ്റ ടൈപ്പുകൾ മാനിപ്പുലേറ്റ് ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സാണ് ജാവ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് അറിയാം പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പറഞ്ഞു, അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ടു സൈൻ, ജസ്റ്റ് ഒരു വാല്യൂ ഇൻറ്റ് സ്റ്റുഡൻറ്റ് നെയിം ഈക്വൽ ടു റാം, അത്രേ ഉള്ളൂ. ഒരു വേരിയബിളിക്ക് ഒരു നെയിം അസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് പിന്നെ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിലുള്ളതാണ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. അതായത് ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 or more ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഓപ്പറൻസ് ഉണ്ടാവും. ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യണത്. ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇത് റിട്ടേൺ ചെയ്യണത് എന്തായിരിക്കും? ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും എപ്പോഴും റിട്ടേൺ ചെയ്യാം. അതായത് ഏതെങ്കിലും 2 ഓപ്പറൻസ് ഉണ്ടാവും. അതിപ്പോൾ 1, 2, 10, 20, 20 ഗ്രേറ്റർ ദാൻ 25 എന്നാണെങ്കിൽ 20 ഗ്രേറ്റർ ദാൻ 25 എന്ന് പറയുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുകയാണെങ്കിൽ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. അതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് ഒരു കോമ്പിനേഷനാണ്. പിന്നെ വരുന്നതാണ് ഈക്വൽ ടു. അതായത് 2 ഈക്വൽ സൈൻസ് ആണ് വരിക. അതായത് ഏതെങ്കിലും ഒന്നിനോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യണത്. അത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക ഇഫ് എൽസ് കണ്ടീഷനിലൊക്കെയാണ് ഉപയോഗിക്കുക. പിന്നീടുള്ളൊരു ഓപ്പറേറ്ററാണ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. അതായത് ഒരു ആശ്ചര്യച്ചിട്ടും ഒരു ഈക്വൽ ടു ചിഹ്നം കൂടി ഒരുമിച്ച് വരുന്ന കോമ്പിനേഷനാണ് അത് നോട്ട് ഈക്വൽ ടു. അതായത് നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസറുകൾ റിട്ടേൺ ചെയ്യണം എന്തായിരിക്കും? ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2-3 ഓപ്പറേറ്ററുകളെ ഇതാക്കുന്നതാണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ഓർ ഫോൾസ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? Logical operators return a true or false value based on the state of the variable. Each argument to a logical operator must be Boolean data type and the result is always Boolean data type. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഓപ്പറൻസ്, ആർഗ്യുമെൻറ്റ്സ്, ഉപയോഗിക്കുന്ന ഇൻപുട്സ് എന്തായിരിക്കും? എപ്പോഴും ബൂളിയൻ ടൈപ്പ് ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ബൂളിയൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും പലതരം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇത് തന്നെയാണ്, ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇൻപുട്ട് 1ഉം ഇൻപുട്ട് 2ഉം, അതായത് ഇൻപുട്ട് 1 ഇൻപുട്ട് 2 ഉണ്ടെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമാണ് എന്ത്? ആൻഡ് ഗേറ്റിൽ അത് ട്രൂ കാണിക്കുള്ളൂ. അതുപോലെ ഓർ ഗേറ്റ് ആണെങ്കിൽ എന്താ? ഐദർ ഓഫ് ദ ഓപ്പറൻസ്, ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫോൾസ്, ഇൻപുട്ട് ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ. ഇത്രയേ ഉള്ളൂ. അത് നമുക്കറിയാം. ആൻഡ് ഓപ്പറേറ്റർ, ഈ ആംബർസാൻഡിൻ്റെ ഡബിൾ ആംബർസാൻഡ് എന്നുള്ളൊരു സിൻടാക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ദിസ് റിട്ടേൺസ് ദ ട്രൂ ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ബോത്ത് ഓപ്പറൻസ് ആർ ട്രൂ. 2 ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമാണ്, അത് 2 കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ 2 ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഓർ ഓപ്പറേറ്റർ, ഇതാണ് ഇതിൻ്റെ സിമ്പിൾ വരുന്നത്. ദിസ് റിട്ടേൺസ് ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ഐദർ ഓപ്പറൻസ് ആർ ട്രൂ. 2 ഓപ്പറൻസിൽ അല്ലെങ്കിൽ ഉള്ള ഓപ്പറൻസിൽ, 2 ആവണമെന്നില്ല, ഓപ്പറൻസിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ ഓർ ഓപ്പറേറ്ററിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പിന്നെയുള്ള നോട്ട് ഓപ്പറേറ്റർ, എക്സ്ക്ലമേറ്ററി സൈനാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. സ്റ്റേറ്റ് ഇൻവെർട്ട് ചെയ്യണം. ട്രൂ കൊടുത്താൽ ഫോൾസ് വരും, ഫോൾസ് കൊടുത്താൽ ട്രൂ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് എക്ലിപ്സ് തുറന്ന് നോക്കാം. എക്ലിപ്സിൽ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് ഇതിന് ബേസ് ആയിട്ട് ഒരു പ്രോഗ്രാം എടുക്കാൻ പറ്റിയത് നമുക്കൊരു ABC എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻറ്റ് ABCക്ക് പകരം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് കളയാം, പുതിയത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റ് നമുക്ക് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമുക്ക് ഇൻറ്റ് നമുക്ക് ഇൻറ്റ് 5 എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കാം. 5 എന്നുള്ളൊരു വേരിയബിളാണ് ഉദ്ദേശിക്കുന്നത്. 5 അതിലേക്കൊരു വാല്യൂ നമുക്ക് കൊടുക്കാം. 5 എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 5 എന്നുള്ള വാല്യൂ തന്നെയാണ് കൊടുക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് 10 എന്നുള്ളൊരു വേരിയബിൾ, അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 10 എന്നുള്ള വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റ് 5ഉം ഇൻറ്റ് 10ഉം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഈ ലോജിക്കൽ ഓപ്പറൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ലോജിക്കൽ അല്ല, റിലേഷണൽ ഓപ്പറൻസ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്യിക്കാം. പ്രിന്റ് നമുക്ക് അടിക്കാം system.out.println. എന്താണ്, നമുക്കിപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ നോക്കാം. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഡബിൾ കോട്ട്സിൽ എഴുതാം 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുകയാണെങ്കിൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് അറിയണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്നത് എന്താണ്, വേരിയബിളിൻ്റെ പേര് 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആണ് നമ്മൾ ഓപ്പറേറ്റർ ഉപയോഗിച്ച് 5 എന്നുള്ള വേരിയബിൾ ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ 10 ട്രൂ ആയിരിക്കും. ഇവിടെ ട്രൂ ആണ് പ്രിന്റ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എറർ വന്നിട്ടുണ്ട്. ഫൈവ് റൺ ചെയ്ത് നോക്കാം. സ്പേസിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. വൺ മിനിറ്റ്. നമ്മുടെ പാരന്തസിസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കണം. പാരന്തസിസ് ഒക്കെ കറക്റ്റ് ആണ്. ഇൻറ്റ് 5 എന്നുള്ള വേരിയബിൾ തന്നെയാണ്. ബൂളിയൻ നമുക്കത് ബൂളിയൻ ഡിക്ലെയർ ചെയ്യാണ് ഇതിൽ നല്ലത്. റിസൾട്ട് ഒരു ബൂളിയനിലേക്ക് കൊടുക്കുകയാണ് നല്ലത്. ബൂളിയൻ റിസൾട്ട് ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ
അല്ലെങ്കിൽ 5 ലെസ് ദാൻ 10 എന്നുള്ളൊരു വേരിയബിളിലേക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം നമുക്കിനി റിസൾട്ട് പ്രിൻ്റ് ചെയ്യിക്കണം നല്ലത് ബൂളിയൻ എന്നുള്ളൊരിത് ഉപയോഗിച്ചിട്ട്. ഔട്ട് റിസൾട്ട് ഇനി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ട്രൂ എന്ന് വന്നു. അതായത് നമ്മളിവിടെ 5 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് വാല്യൂ 5 കൊടുത്തു. പിന്നെ ഒരു 10 എന്നുള്ള ഒരു വേരിയബിളിൽ 10 എന്നുള്ള വാല്യൂ അസൈൻമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബൂളിയൻ, അതായത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് നമുക്കറിയാം, ട്രൂ ഓർ ഫോൾസോ, യെസ് ഓർ നോ, 1 ഓർ 0 എന്നുള്ള ആൻസറുകൾ വരുന്ന സേവ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ. അപ്പോൾ റിസൾട്ട് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് നമ്മൾ എന്താണ് കൊടുത്തത്, 5 ലെസ് ദാൻ ഓർ 10 എന്നുള്ളത് എന്ത് ചെയ്തു, റിസൾട്ട് എന്നുള്ള ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പിലേക്ക് കൊടുത്തു. അപ്പോൾ 5 ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ട്രൂ ആണ്. ആ ട്രൂ എന്നുള്ള ആൻസറാണ് നമ്മൾ റിസൾട്ട് എന്നുള്ള വേരിയബിളിലേക്ക് കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രൂ ആ റിസൾട്ട് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യിക്കണം, ട്രൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിൽ നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ ലെസ് ദാൻ നോക്കി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ നോക്കാം. 5 ഗ്രേറ്റർ ദാൻ 10, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഫോൾസ് ആണ് വന്നത്. ഓക്കെ, നമുക്കറിയാം ഫോൾസ് ആണ് വന്നിരിക്കുന്നത്. 5 ഗ്രേറ്റർ ദാൻ 10 ഫോൾസ് വന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റേഴ്സ് എന്താണ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഇടാം. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഇട്ടാലും ഫോൾസ്. അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടാലും ഫോൾസ് തന്നെയാണ് വരിക. പിന്നെ നമുക്ക് ഈക്വൽ ടു ഇടാം, അവിടെയും ഫോൾസ് തന്നെയാണ് വരിക. ഈക്വൽ ടു ഡബിൾ സൈഡ് ഈക്വൽ ടു ഇട്ടാലും ഫോൾസ് തന്നെയാണ് വരിക, ഫോൾസ് തന്നെയാണ്. നമുക്കിനി വേണമെങ്കിൽ 10നെ 5 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ട്രൂ കിട്ടും. ഈക്വൽ ടു ട്രൂ കിട്ടി, കാരണം നമ്മൾ രണ്ട് വേരിയബിളിനും 5 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാണ് 5 ഈക്വൽ ടു 10 ആണെന്ന് വെച്ചാൽ ട്രൂ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പഴയ പോലെ 10 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടുവിൻ്റെ സിൻടാക്സ് നമുക്കറിയാം, ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ്. അപ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു 10. 5 നോട്ട് ഈക്വൽ ടു 10 ആണെന്ന്. അതിൻ്റെ ആൻസർ എന്താണ്, 5 നോട്ട് ഈക്വൽ ടു 10, ട്രൂ ആണ് വരേണ്ടത്. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആൻസർ ട്രൂ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷണൽ ഡാറ്റാബേസിൽ ഗ്രേറ്റർ ദാൻ പഠിച്ചു, ലെസ് ദാൻ പഠിച്ചു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പഠിച്ചു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പഠിച്ചു, നോട്ട് ഈക്വൽ ടു പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് നമുക്ക് രണ്ട് വേരിയബിൾ വേറെ ഡിക്ലെയർ ചെയ്യാം, അതാണ് നല്ലത്. ഇൻ്റെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് വേരിയബിൾ എന്തായിരിക്കണം, ബൂളിയൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ബൂളിയൻ ഇൻപുട്ടുകളാണ് കൊടുക്കണേ. ഓപ്പറൻസ് നമുക്ക് OP1 എന്ന് കൊടുക്കാം, ഒരെണ്ണത്തിന് ഓപ്പറൻറ്റ് 1 എന്നുള്ള അർത്ഥത്തിൽ. അതെന്ത് കൊടുക്കാം, വാല്യൂ ട്രൂ കൊടുക്കാം. ഇനി അടുത്ത ബൂളിയൻ കൊടുക്കുകയാണ് ഞാൻ, ബൂളിയൻ, അതിൻ്റെ വേരിയബിളിൻ്റെ പേര് OP2, ഓപ്പറൻറ്റ് 2 എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾസ് എന്നുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്പറൻറ്റിന് നമ്മൾ ട്രൂവും രണ്ടാമത്തെ ഓപ്പറൻറ്റിന് ഫോൾസും കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ റിസൾട്ട് എന്താണ്, ബൂളിയൻ എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് എന്നുള്ളൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ഈക്വൽ ടു എന്താണ്, റിസൾട്ടിലേക്ക് എന്ത് വാല്യൂ കൊടുക്കണം, ഓരോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് ഏതാണ്, നോട്ട് ഗേറ്റ് ആണ്. അതായത് ആൻഡ് ഗേറ്റ്, ആൻഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഓപ്പറേറ്റർ അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, OP1 ആൻഡ് ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ്
ആംബസാൻഡ് എന്നാണ് OP2 കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താണ് റിസൾട്ട് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് ആൻഡ് ഓപ്പറേറ്ററിൻ്റെ റിസൾട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്. ഓക്കെ, റൺ ചെയ്യുമ്പോൾ എന്താണ് ആദ്യത്തെ OP1 ട്രൂവും OP2 ഫോൾസും ആണ്. അപ്പോൾ ബോത്ത് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമാണ് റിസൾട്ട് ട്രൂ വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെന്നു ഫോൾസ് ആണ് വന്നത്. ഇതിനി ട്രൂ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതും ട്രൂ കൊടുത്താൽ വരും. ഓക്കെ, TRUE. ഇപ്പോൾ രണ്ട് ഓപ്പറൻസും ട്രൂ ആണ്. അപ്പോൾ OP1 ആൻഡ് OP2 എന്ന് പറഞ്ഞാൽ ഓപ്പറൻറ്റ് 1 OP2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ട്രൂ തന്നെയാണ് വരേണ്ടത്. നോക്കാം, ട്രൂ വന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഓപ്പറേറ്റർ ഏതാണ്, ആൻഡ് ഓപ്പറേറ്റർ കഴിഞ്ഞാൽ വരുന്നതാണ് ഓർ ഓപ്പറേറ്റർ. ഓർ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ അത് റിസൾട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ടും ട്രൂ കൊടുത്താലും ട്രൂ വരും. അപ്പോൾ നമുക്കിവിടെ ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസും കൊടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഓർ ഓപ്പറേറ്ററിൻ്റെ ചിഹ്നം പാരലൽ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യണേ, OP1 ഓർ ഓപ്പറേറ്റർ OP2 ആണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ട്രൂ ഒരെണ്ണം ഫോൾസ് ആണെങ്കിലും എന്താണ്, ഇത് പാരലൽ കണക്ഷൻ പോലെയാണ് അല്ലേ. ഏതെങ്കിലും ഒന്ന് രണ്ട് പാത്ത് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിലും ഔട്ട്പുട്ട് ട്രൂ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റിസൾട്ട് എന്താണ്, ട്രൂ വന്നു. ട്രൂ ഫോൾസ് വന്നാലും ട്രൂ വരും, ഫോൾസ് ട്രൂ വന്നാലും ട്രൂ വരും, രണ്ടും ട്രൂ ആയാലും ട്രൂ വരും. അപ്പോൾ നമുക്കിത് രണ്ടും ഫോൾസ് ആക്കിയാൽ മാത്രമാണ് ഫോൾസ് വരാനുള്ളൊരു സാധ്യതയുള്ളൂ. രണ്ടും ഫോൾസ് എന്ന് പറയുമ്പോൾ ഐദർ ഒരു ഓപ്പറേറ്ററും ട്രൂ ഇല്ല. അപ്പോൾ നമുക്ക് ആൻസർ ഫോൾസ് ആണ് വരും. ഫോൾസ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ പഠിച്ചു, ഓർ ഓപ്പറേറ്റർ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പറേറ്ററാണ് എന്താണ്, നോട്ട് ഓപ്പറേറ്റർ ആണ്. നോട്ട് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാം, എക്സ്ക്ലമേറ്ററി മാർക്കാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടിലേക്ക് ഏതെങ്കിലും ഒന്ന് നോട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉപയോഗിക്കുക, എക്സ്ക്ലമേറ്ററി OP1 കൊടുക്കുക. ഇപ്പോൾ എക്സ്ക്ലമേറ്ററി OP1 കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, OP1 ഇവിടെ ഫോൾസ് ആണ്. അപ്പോൾ എക്സ്ക്ലമേറ്ററി OP1 എന്ന് പറയുമ്പോൾ നോട്ട് OP1, നോട്ട് ഓപ്പറേറ്റർ ആണ്. OP1ൻ്റെ ഓപ്പോസിറ്റ്, ഫോൾസിൻ്റെ ഓപ്പോസിറ്റ് ട്രൂ ആണ് വരേണ്ടത്. നമുക്ക് നോക്കാം, റിസൾട്ട് ട്രൂ വന്നു. ഇനി നോട്ട് ഇവിടെ ഒരെണ്ണം ഫോൾസ് ഒരെണ്ണം ട്രൂ കൊടുത്ത് നോക്കാം. OP2 ട്രൂ ആണ്. ഇനി നമ്മൾ നോട്ട് OP2 കൊടുത്ത് നോക്കാം. അതായത് OP2ൻ്റെ ഓപ്പോസിറ്റ് വരും. OP2 എന്താണ് ഇവിടെ, ട്രൂ ആണ്. നോട്ട് OP2 എന്ന് പറഞ്ഞാൽ OP2ൻ്റെ ഓപ്പോസിറ്റ് വരും. OP2ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂവിൻ്റെ ഓപ്പോസിറ്റ് ഫോൾസ് ആണ് വരുന്നത്. നോക്കാം, അപ്പോൾ ഫോൾസ് വന്നു. OP2ൻ്റെ ഓപ്പോസിറ്റ് ഫോൾസ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് പഠിച്ചത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട്. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളൂ.